ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 254. നമ്മൾ 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശീതകി ബ്രഹ്മണോപനിഷത്താണ് നോക്കുന്നത്. അതിലെ 2ാമത്തെ അധ്യായത്തിലെ 5ഉം 6ഉം മന്ത്രങ്ങളാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് നമ്മളെങ്ങനെ സംസാരിക്കണം, അതായത് ജനങ്ങളെ ആഗ്രഹിക്കുന്നത് നമ്മൾ ആൾക്കാർ നമ്മളോട് അട്രാക്ഷൻ ഉണ്ടാക്കത്തക്കവണ്ണം എങ്ങനെ സംസാരിക്കണം എന്നുള്ള ബൗദ്ധിക കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇതിൽ നമ്മളെങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്, നമ്മൾ കർമ്മം ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യം, അതുകൊണ്ട് അതെങ്ങനെ ചെയ്യണം എന്നീ കാര്യങ്ങളെല്ലാം പറയുവാൻ പോകുന്നത്. അപ്പം നമുക്ക് 5-ൽ പറയുന്നത് എന്ന് നോക്കാം. 5-ൽ പറയുകയാണ്, ഇതിൽ ദിവോദാശപുത്രനായ പ്രദർധനൻ അനുഷ്ഠിച്ച സംയമനം എന്ന അഗ്നിഹോത്രത്തെ പറ്റിയാണ് പറയുന്നത്. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യുക, സംയമനത്തിലൂടെ കർമ്മം ചെയ്യുക. അദ്ദേഹം അനുഷ്ഠിച്ച രീതിയിൽ പറയുകയാണ്. ഒരാളുടെ ഒരു ഋഷിയുടെ പേരിൽ അയാൾ എങ്ങനെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് ആ രീതി പറഞ്ഞു തരികയാണ്. അതുപോലെ വേണം നമ്മളും കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ. ഇനി മനുഷ്യർ സംസാരിക്കുമ്പോൾ പൂർണ്ണ രീതിയിൽ ശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ശ്വസിക്കുന്നുണ്ട്, അതിനൊരു കണക്കുണ്ട്. ശ്വാസത്തിനൊരു കണക്കുണ്ട്. ആ ക്രമത്തിലാണ് ശ്വസിക്കുന്നത്. എന്നാൽ സംസാരിക്കുമ്പോൾ ആ ശ്വാസത്തിൻ്റെ ആ ക്രമം തെറ്റുകയാണ്. അപ്പോൾ ശരിക്ക് സംസാരിക്കുമ്പോൾ ശരിക്ക് ശ്വസിക്കാൻ പറ്റില്ല. അത് നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ശ്വസനത്തിന് തടസ്സം വരുന്നുണ്ട്. സംസാരം എന്ന് പറയുന്നത് വാക്കാണ്, അത് ജ്ഞാനമാണ്, അത് സയൻസാണ്. സംസാരം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിലൂടെയാണ് ജ്ഞാനം ഒഴുകി വരുന്നത്. നമ്മൾ സംസാരത്തിലൂടെയാണ് നമ്മളിലുള്ള ജ്ഞാനമെല്ലാം വെളിയിലേക്ക് വരുന്നത്. സംസാരിക്കുമ്പോഴാണ് നമ്മിലുള്ള ജ്ഞാനമാണ്, അത് നല്ല ജ്ഞാനമോ ശരിയോ എന്തായാലും ജ്ഞാനമാണ്, നമ്മളെ ചിന്തിക്കുന്ന തരത്തിലുള്ള ജ്ഞാനമാണ് പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ മണ്ടത്തരാകാം, എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് ജ്ഞാനം. സംസാരം എന്നത് ജ്ഞാനമായിട്ട് കണക്കാക്കണം. ആ ഘട്ടത്തിൽ, അതായത് സംസാരിക്കുന്ന ഘട്ടത്തിൽ പ്രാണനെ വാണിയുമായി അഗ്നിയിൽ ഹവനം ചെയ്യുന്നു. അപ്പം സംസാരിക്കുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് നമ്മളാണ്, ജീവനാണ്. ജീവൻ വെക്കുമ്പോഴേ പ്രാണനുള്ളൂ. പ്രാണനില്ലെങ്കിൽ ജീവനില്ല. ജീവനിലേക്ക് കർമ്മം ചെയ്യുന്നില്ല, ഒരു ജ്ഞാനവും പുറത്തേക്ക് വരുന്നില്ല. അപ്പം പ്രാണനുള്ളപ്പോഴാണ് ജ്ഞാനമുള്ളത്. അപ്പോൾ ആ പ്രാണനെ വാണിയുമായി അഗ്നിയിൽ ഹവനം ചെയ്യുന്നു. അഗ്നിയുമായിട്ട്, ഊർജവുമായിട്ട് സംസാരിക്കുമ്പോൾ എന്ത് വേണം? ഊർജം വേണം. ഊർജം ഇല്ലാതെ സംസാരിക്കാൻ പറ്റും. തിന്നാതെ കുടിക്കാതെ കിടക്കുകയാണെങ്കിൽ, ഒരാഴ്ച കിടക്കുകയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കും. ഒട്ടും ഭക്ഷണമില്ലേ ശരീരത്തിലേ, പിന്നെ നാവൊന്നും പൊന്തുമില്ല. അപ്പം അഗ്നിയാണ് ഈ ജ്ഞാനത്തെ, സംസാരത്തെ പ്രാണനുമായിട്ട് ബന്ധിപ്പിക്കുന്നത്.
അപ്പം ഇത് രണ്ടും തമ്മിൽ ഒരു സിങ്ക്രണൈസ്ഡ് ഫോമിലേക്ക് എത്തിക്കുകയാണ്. പ്രാണനാണ് നാം, സംസാരം ജ്ഞാനം. ആ ജ്ഞാനമാണ് നമ്മളെ കർമ്മത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ സംസാരം അഗ്നിയുമായി ഊർജവുമായി ചേർന്ന് പ്രാണനുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നു. അതാണ് അഗ്നിയിൽ ഹവനം ചെയ്യുന്നു എന്ന് പറഞ്ഞത്. വാക്കും പ്രാണാഹൂതിയും ഒരിക്കലും അവസാനിക്കുന്നില്ല. അവ അനശ്വരങ്ങളാണ്. പ്രാണൻ അനശ്വരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാണൻ തന്നെയാണ് ബ്രഹ്മം എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രാണനെ ബ്രഹ്മമായിട്ട് കാണാം. ബ്രഹ്മം തന്നെയാണ് പ്രാണനായിട്ട് നമ്മിലൂടെ ആക്ട് ചെയ്യുന്നത്. ആ ബ്രഹ്മം തന്നെയാണ് നമ്മിലേക്ക് വന്നത്. ആ നിലയിൽ പ്രാണൻ അനശ്വരമാണ്. വാക്ക് എന്നതും ആ ബ്രഹ്മത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതും അനശ്വരമാണ്. സയൻസ് അനശ്വരമാണ്. ഇപ്പം 3 കൂട്ടണം 2 എന്ന് പറഞ്ഞത് എപ്പോഴും പ്രപഞ്ചം ഉണ്ടായാലും ഇല്ലെങ്കിലും 3 കൂട്ടണം 2 5 തന്നെയാണ്. അപ്പം അത് രണ്ടും അനശ്വരമാണ്. അവ അമരങ്ങളാണ്. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ജീവൻ ഈ ആഹൂതികളെ ഹോമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമ്മൾ ജീവനോടെ ഉറങ്ങുമ്പോഴും ജീവനോടെ ഇരിക്കുമ്പോഴേ ഇതുള്ളൂ നമ്മുടെ ശരീരത്തിൽ. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഈ ജ്ഞാനവും പ്രാണനും വാക്കും പ്രാണനും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രാണൻ എന്നത് തന്നെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം അത് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും പ്രാണൻ, പക്ഷെ അത് വാക്കായിട്ട് പുറത്തേക്ക് വരുന്നില്ല. വാക്കായിട്ട് പുറത്തേക്ക് വരുന്ന എപ്പോഴാണ്? കർമ്മം ചെയ്യുമ്പോഴാണ് വാക്കായിട്ട് പുറത്തേക്ക് വരുന്നത്. ബാക്കിയുള്ള ആ സമയത്തും പ്രാണൻ എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിൻ്റെ ജീവനെയെല്ലാം നിലനിർത്തുന്നുണ്ട്. ഉറങ്ങുമ്പോഴും ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും, പ്രധാനപ്പെട്ട അവയവങ്ങളെ, ശ്വസിക്കുന്ന അവയവത്തെ, രക്തത്തെ പമ്പ് ചെയ്യുന്ന അവയവത്തെ എല്ലാം ചെയ്യുന്നുണ്ട്, പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൽ വളർച്ച നടക്കുന്നുണ്ട്. അതെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം പ്രാണനും വാക്കും സയൻസും ചേർന്നുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അത് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറത്തെ കർമ്മം ചെയ്യാൻ വരുമ്പോഴാണ് ഈ ജ്ഞാനം വാക്ക് വെളിയിലേക്ക് വരുന്നത്. വാക്കിനും പ്രാണാഹൂതികൾക്കും ഭിന്നമായ അവസ്ഥാവിശേഷമാണ് ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ആഹൂതികൾ. നമ്മൾ ദ്രവ്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന ആഹൂതികളെല്ലാം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. മറ്റേത് ജ്ഞാനവും പ്രാണനുമാണ്. അതൊരു കർമ്മം ചെയ്യുന്നുണ്ട്, അതാണ് ശ്രേഷ്ഠം. അതിൻ്റെ ശേഷം തന്നെ നടക്കുന്ന കർമ്മങ്ങളെല്ലാം ദ്രവ്യങ്ങൾ ഉപയോഗിച്ച്, ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്? രക്തത്തെ പമ്പ് ചെയ്യുന്നുണ്ട്. ശ്വാസം വായുവിനെ എടുക്കി വിടുകയും ചെയ്യുന്നുണ്ട്. കൈകൊണ്ട് നമ്മൾ എന്തെല്ലോ സാധനങ്ങൾ എന്തെല്ലോ ചെയ്യുന്നുണ്ട്. ഈ യജ്ഞങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. അതെല്ലാം ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അത് മറ്റതിൽ നിന്ന് വ്യത്യസ്തം തന്നെയാണ്. ഏത്? ജ്ഞാനവും പ്രാണനും, അല്ലെങ്കിൽ വാക്കും പ്രാണനും തമ്മിലുള്ള ആ ആഹൂതി ഈ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് പൂർണ്ണമല്ല. ദ്രവ്യങ്ങൾ കൊണ്ട് ചെയ്യുന്നത് ശരീരത്തിന് വേണ്ടിയല്ല ഉള്ളതാണ്. മറ്റേതല്ല. മറ്റേത് ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജ്ഞാനവും സയൻസും പ്രാണനുമെല്ലാം ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന് നാശമില്ല. പക്ഷേ ശരീരത്തിൽ നടക്കുന്ന ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ശരീരം ഇല്ലാതാകുമ്പോൾ അങ്ങ് പോകും.
അതുകൊണ്ട് അത് പൂർണ്ണമല്ല. അതുകൊണ്ട് ജ്ഞാനികളായ പൂർവികർ കർമ്മപരമായ ആഹൂതികൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പം ജ്ഞാനികളായ പൂർവികരായ ഋഷികൾ അവരവരുടെ ബ്രീത്തിങ്ങിലും എല്ലാമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പ്രാണനിലും ജ്ഞാനത്തിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ള ശാരീരികമായ അധ്വാനത്തിന്, ശാരീരികമായ ആപ്ലിക്കേഷന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. അവരെപ്പോഴും അവരവരുടെ ബ്രീത്തിങ്ങുമായിട്ട്, ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രാണൻ. അതിനെല്ലാമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. എപ്പോഴും മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും ഇതെല്ലാം ചെയ്തുകൊണ്ട് അതിന് മുൻതൂക്കം കൊടുത്തിട്ടാണ് അവർ മുൻപോട്ട് പോയിരുന്നത്. ഇത് സെക്കൻഡറിയാണ്. ഇനി 6 പ്രാണൻ തന്നെയാണ് ബ്രഹ്മമെന്ന് അടുത്ത 6 പറയുകയാണ്. പ്രാണൻ തന്നെയാണ് ബ്രഹ്മമെന്ന് മഹാനായ ശുഷ്ക ദ്വംഗരനും വേറൊരു ഋഷീൻ്റെ പേരാണ്. അദ്ദേഹം പറയുന്നു പ്രാണൻ തന്നെയാണ് ബ്രഹ്മമായിട്ട് എടുക്കേണ്ടത്. ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. ആ ബ്രഹ്മം തന്നെയാണ് നമ്മിൽ പ്രാണനായിട്ട് ആക്ട് ചെയ്യുന്നത്. എപ്പോഴാണ് പ്രാണൻ വരുന്നത്? ആദ്യം ശരീരം ഉണ്ടാകുന്നു. ശരീരത്തിൽ ഈ പ്രാണൻ വെക്കുമ്പോഴാണ് സ്വതന്ത്രമാകുന്നത്, ആക്റ്റീവാകുന്നത്. അപ്പം ബ്രഹ്മം തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കോടാലി എടുത്ത് വെട്ടുന്നത് പോലെ ആ ബ്രഹ്മം തന്നെ ഇതിനകത്ത് കയറിയിട്ട് പ്രാണനായിട്ട് നമ്മളിൽ വന്നിട്ട്, ജീവനായിട്ട് നമ്മളിൽ വന്നിട്ട് നമ്മളെ കൈകൊണ്ട് കോടാലി കൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ മഹർഷി പറയുന്നു പ്രാണനെ ബ്രഹ്മമായിട്ട് കാണുന്നതിൽ തെറ്റൊന്നുമില്ല. ഉത്കരൂപത്തിലുള്ള പ്രാണനെ, അപ്പൊ ഈ പ്രാണൻ എന്ന് പറയുന്നത് ഉത്കരൂപത്തിലാണ്. ഉത്കരൂപത്തിൽ നിന്ന് സ്തുതി, വേദമന്ത്രങ്ങൾ, സയൻസ് രൂപത്തിലാണ്. പ്രാണൻ തന്നെ സയൻസാണ്. നേരത്തെ അത് തന്നെയാണ്, വാക്കും പ്രാണനെയും ബന്ധിപ്പിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. 2 അനശ്വരമാണെന്ന്. അപ്പൊ ഉക്തരൂപത്തിലുള്ള പ്രാണനെ ഋക് എന്ന് കരുതി ഉപാസിക്കുക. ഋക് എന്ന് പറയുമ്പോൾ ഋഗ്വേദം. ഋഗ്വേദത്തിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസുകളും അടങ്ങിയിരിക്കുന്നത്. ഋഗ്വേദം എന്ന് പറയുന്നത് 3 ലോകങ്ങളും അടങ്ങിയിരിക്കുന്ന സയൻസാണ്. ഭൂമി, സ്വർഗം, പാതാളം. പ്രപഞ്ചം, അതിൽ ബ്രഹ്മവുമുണ്ട്. എല്ലാം അടങ്ങിയിരിക്കുന്ന സമ്പൂർണ്ണ സയൻസാണ് ഋഗ്വേദം. അപ്പോൾ ഉക്തരൂപത്തിലുള്ള പ്രാണനെ ഋക് എന്ന് കരുതി ഉപാസിക്കണം. അപ്പം ബ്രഹ്മം തന്നെയാണ് പ്രാണൻ, ബ്രഹ്മം തന്നെയാണ് ജ്ഞാനം, സയൻസ്. ഇപ്പം ബ്രഹ്മം എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ പ്രാണനായിട്ട് കയറി വന്നത്? എന്തോ കർമ്മം ചെയ്യാനാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലോ ചെയ്യാൻ വേണ്ടിയാണ്. പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനത്തിനെയാണ്, സമ്പൂർണ്ണ ജ്ഞാനത്തെയാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അപ്പം പ്രാണനെ ഉക്തരൂപത്തിലുള്ള പ്രാണനെ, അതായത് സ്തുതി രൂപത്തിലുള്ള പ്രാണനെ, അല്ലെങ്കിൽ ശാസ്ത്ര രൂപത്തിലുള്ള, സയൻസ് രൂപത്തിലുള്ള പ്രാണനെ ഏതായിട്ട് കാണണം? ഋഗ്വേദമായിട്ട് കണ്ടിട്ട് ഉപാസിക്കണം. ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യജ്ഞം ചെയ്യുന്നത് ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യണം.
അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ബ്രഹ്മത്തെ അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യജ്ഞം ചെയ്യണം. നമ്മൾ യജ്ഞം എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പോകുമ്പോൾ പ്രപഞ്ചത്തെ മാത്രമല്ല, 17 ലോകം മാത്രമല്ല, ബ്രഹ്മമടക്കമുള്ള സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ബ്രഹ്മരഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്യണം. ഇങ്ങനെയൊരു ഈശ്വരനുണ്ട് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്യണം. അതെല്ലാം അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഋഗ്വേദം. അതുകൊണ്ട് ഋഗ്വേദത്തെ ഉപാസന ചെയ്തുകൊണ്ട് നമ്മൾ യജ്ഞം ചെയ്യാൻ തുടങ്ങണം. ബ്രഹ്മമാണ് നമ്മുടെ പ്രാണൻ, ഞാൻ ബ്രഹ്മമാണ് എന്ന നിലയിൽ, പ്രാണൻ, എൻ്റെ പ്രാണൻ ബ്രഹ്മമാണ് എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും അതിൻ്റെ അപ്പുറത്തുള്ള ബ്രഹ്മത്തെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഋഗ്വേദം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യണം. അപ്പം അടിസ്ഥാനപരമായി എല്ലാ ജ്ഞാനവും വേണം. പക്ഷേ യജ്ഞം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പ്രപഞ്ചത്തിൽ അങ്ങ് 7 ലോകം എന്ന് പറഞ്ഞാൽ അങ്ങുള്ള സ്ഥലത്തൊന്നും പോയിട്ട് നമുക്കൊന്ന് യജ്ഞം ചെയ്യാൻ കഴിയില്ല. അതിനൊന്നല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ശക്തി നമ്മളായി വന്നിരിക്കുന്നത് ഇവിടെ ഭൂമിയിലുള്ള നമ്മളുമായിട്ട്, മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനാണ്. അതുകൊണ്ട് അടുത്തതിലെന്ത് പറയുന്നു? ഉക്തത്തിൽ യജുർബുദ്ധി ചേർത്ത ഉപാസനയെ മഹത്കാംക്ഷികൾ സഹായിക്കുന്നു. അപ്പം നമ്മൾ യജുർബുദ്ധി ചേർത്തുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളുമായിട്ട് സഹകരിക്കും. ആ പറഞ്ഞതിനർത്ഥം യജുർവേദം എന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം യജുർവേദത്തിലാണുള്ളത്. ഭൂമിക്ക് ചുറ്റുവട്ടമുള്ള നമ്മുടെ ജീവജാലങ്ങളും എല്ലായിട്ടുള്ള കർമ്മങ്ങൾ യജുർവേദത്തിലാണുള്ളത്. അപ്പം അതുമായിട്ട് ചേർന്നുകൊണ്ട് ദീർഘവീക്ഷണത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നായി കണ്ട് ബ്രഹ്മമാണ് ഞാൻ എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളാണ് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് യജുർവേദത്തെ കൂടി അതോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യണം. അപ്പം ഋഗ്വേദമാണ് എല്ലാ പ്രപഞ്ചം, അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ നിന്നുള്ള പൂർണ്ണ ജ്ഞാനമാണത്. ആ ലോക സൃഷ്ടിയിൽ ഒരു ചെറിയ കർമ്മം ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ തന്നെ ആ ബ്രഹ്മം തന്നെയാണ് വന്നിരിക്കുന്നത് പ്രാണനായിട്ട്. പക്ഷെ നമ്മുടെ ജോലി ഈ ഋഗ്വേദത്തിലെ ആയതുകൊണ്ട്, അല്ല യജുർവേദത്തിലെ ആയതുകൊണ്ട്, ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളാണ് യജുർവേദത്തിലുള്ളത്. അത് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കും എന്ന് പറയണം. അതായത് ഒരു സഹകരണ ഭരണഭാവത്തോടുകൂടി ഇവിടെ നമ്മൾ യജ്ഞം ചെയ്യണം. എന്നിട്ട് ഉത്കത്തിൽ, അതായത് സ്തുതിക്കണം. ഇതിനെ സാമബുദ്ധി ചേർന്ന ഉപാസന ഉത്കർഷുക്കൾ നമസ്കരിക്കുന്നു. അപ്പോൾ നമ്മളെ നമസ്കരിക്കും. നമ്മൾ സാമവേദമെന്ന ഉക്ക എന്ന് പറയുമ്പോൾ ശ്ലോകം, സ്തോത്രങ്ങൾ, സ്തുതികൾ, സാമവേദ സ്തുതികളാൽ, സാമവേദത്തിലുള്ള ശാസ്ത്രത്താൽ അതും കൂടി ഇതോട് ചേർത്തുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യണം. എന്താണ് സാമവേദത്തിലുള്ളത്? കെമിസ്ട്രിയാണ്. അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും കെമിസ്ട്രി ഇല്ലാതെ ഒരു പരിപാടിയില്ല. അതായത് പാതാള ലോകം, 3 ലോകങ്ങൾ കൂടിയത് ഋഗ്വേദം, അതായത് ഭൂമി, സ്വർഗം, പാതാളം. സ്വർഗം എന്ന് പറയുന്നത്, സ്വർഗം എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങിയത്. അതിൽ ഭൂമിയും വരും, പാതാളം, സ്വർഗത്തിൽ ഭൂമിയും പാതാളം എല്ലാം അടങ്ങിയിട്ടാണ് ടോട്ടൽ പ്രപഞ്ചം. അത് ഋഗ്വേദം. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യജുർവേദം. പിന്നെ പാതാള ലോകം, ഭൂമിക്കടിയിലുള്ള മണ്ണ്, കല്ല്, അതെല്ലാം കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെടുന്നതാണ്, അത് സാമവേദം. അപ്പം കർമ്മം ചെയ്യുമ്പോൾ കെമിസ്ട്രി അറിയാതെ കർമ്മം, ചോറ് വെക്കുമ്പോൾ കെമിസ്ട്രി അറിഞ്ഞിട്ടല്ലേ ചോറ് വെക്കാൻ പറ്റും. എന്താണ് കെമിസ്ട്രി? വെള്ളത്തിൽ അരിയിട്ടിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് പദമാകും. അത് കെമിസ്ട്രിയാണ്, സയൻസാണ്. പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. ഒന്നറിയാം, വെള്ളത്തിൽ അരിയിട്ടിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് പദമാകും.
പിന്നെ കെമിസ്ട്രി പഠിച്ചവരാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ് സ്ട്രക്ചറൽ ചേഞ്ചസ് എന്നെല്ലാം പറഞ്ഞു തരും. അപ്പം ചെയ്യുന്നത് സാമവേദവും കൂടിയും ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യണം. ഇനി ഉത്കത്തെ ശ്രീഭാവനയിൽ ഉപാസിക്കാം. ഉത്കം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങൾ ശ്രീഭാവനയിൽ, ശ്രീ എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മി അല്ലെങ്കിൽ സൗഭാഗ്യം നൽകുന്ന നിലയിൽ, സൗഭാഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ യശോഭാവത്തിൽ യശസ് നൽകാൻ വേണ്ടിയിട്ട്, സൗഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ട്, യശസ് നേടാൻ വേണ്ടിയിട്ട്, ഇതിലെ തേജസ് എന്ന നിലയിലും ഉപാസിക്കാം. അപ്പം നമ്മൾ ഈ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അതെന്തിനു വേണ്ടിയാകാം? സമ്പന്നതക്കാകാം, യശസ്സിന് വേണ്ടിയാകാം, തേജസ്സിന് വേണ്ടിയാകാം. തേജസ്സായ ഒരു ധനുസ്സുണ്ടെങ്കിൽ അതിലെന്തുണ്ട്? ശക്തിയുണ്ട്, തേജസ്സുണ്ട്. ഒരു ധനുസ്സിൽ ശക്തിയുണ്ട്, തേജസ്സുണ്ട്. അതേപോലെ തന്നെ ഈ രഹസ്യം അറിഞ്ഞ് യജ്ഞം ചെയ്യുന്നവൻ, ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തത്വങ്ങൾ അറിയണം. അതാണ് ഋഗ്വേദം. എന്നിട്ട് അതിൽ നമ്മുടെ ഭൂമിയിൽ കർമ്മം ചെയ്യാനാണ് നമ്മൾ വന്നത്. അത് യജുർവേദം. ആ കർമ്മങ്ങൾ യജുർവേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ കണ്ടുകൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാകാം? ശ്രീഭാവത്തിൽ, അതായത് സുഭിക്ഷത ലഭിക്കാൻ, യശോഭാവത്തിൽ യശസ് നേടാൻ, തേജസ് നേടാൻ. ഈ രഹസ്യം അറിഞ്ഞ് യജ്ഞം ചെയ്യുമ്പോൾ അവൻ ശ്രേഷ്ഠനാകും, യശസ്വിയാകും, ശ്രീസമ്പന്നനും ആകും. ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അഗ്നി ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അഗ്നി ഉപയോഗിക്കുമ്പോൾ ഇഷ്ടികാരചിതമായ വേദിയിൽ, ഇഷ്ടികളെ കൊണ്ടുള്ള അഗ്നിക്ക് എപ്പോഴും നമ്മൾ അഗ്നി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇഷ്ടിക എന്നത്, അതായത് അഗ്നി ഉപയോഗിക്കുന്ന സ്ഥലത്ത് എപ്പോഴും ചൂട് കൊണ്ട് നശിച്ചു പോകാത്ത വസ്തുക്കൾ ഉപയോഗിക്കണം. റിഫ്രാക്ടറി മെറ്റീരിയൽസ്. ഉദാഹരണമായിട്ട് അടുപ്പിൽ നമ്മളെന്താണ് വെക്കുക? കല്ലാണ് വെക്കുക. അല്ല മരം വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കത്തിച്ചാലോ? ഇല്ല. ഏത് തരം അഗ്നി ഉപയോഗിക്കുന്നതാണ് ഫർണസ് എന്ന് പറയും. നമ്മൾ ചൂളയിലുണ്ടാക്കുമ്പോൾ ഫർണസ്. ഇപ്പോൾ ഇഷ്ടിക ചുടുന്നിടത്തും കല്ലിങ്ങനെ അട്ടി വെച്ചിട്ട് അതിൻ്റെ ഇടക്കാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇഷ്ടിക പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്ത് അഗ്നി കൈകാര്യം ചെയ്യുമ്പോഴും ആ അഗ്നിയെ ഒരു അകത്താക്കിക്കൊണ്ടാണ് ചെയ്യുക. ഒരു കല്ലെല്ലാം വെച്ച്, അല്ലെങ്കിൽ ആ സ്റ്റൗ ആണെങ്കിലും ആ ചൂട് വിസ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള സാധനമാണ് അവിടെ ഉണ്ടാവുക. അതാണ് ഇഷ്ടിക എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള വേദിയാണ്. ഏത് വേദിയും, ഏത് ഫർണസ്, ഇപ്പോൾ പല ഫാക്ടറികളിലും ചുട്ടു ഒഴിപ്പിച്ചെടുക്കും. അവിടെയെല്ലാം അകത്തിടുന്നത് പ്രധാനപ്പെട്ട ഒന്ന് ഇഷ്ടിക തന്നെയാണ്. അതുകൊണ്ടാണ് വേദം ഇഷ്ടിക എന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മൾ ധരിക്കുന്നത് ഇത് പൂജക്കുള്ള എന്തോ സാധനമാണ് ഇഷ്ടിക എന്നതൊന്നുമല്ല. അഗ്നി കൈകാര്യം ചെയ്യുമ്പോൾ അത്തരം വസ്തു തന്നെ ഉണ്ടായേ പറ്റൂ. അപ്പം അങ്ങനെയുള്ള വേദിയിൽ സഞ്ചിത കർമ്മം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ആത്മസ്വരൂപത്തിൽ ഋത്വിക്കുകളെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത്. ഋത്വിക്കെന്ത് വേണം? ആത്മസംസ്കാരം ചെയ്യണം. അപ്പം നമ്മൾ ഒരാളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. ഒരു യജ്ഞം ചെയ്യുമ്പോൾ നമുക്കെല്ലാം ചെയ്യാൻ പറ്റിയെന്ന് പറ്റില്ല. നമുക്കിപ്പം വീട് കെട്ടണ്ടെങ്കിൽ നമുക്ക് മേസ്ത്രി പണിയൊന്നും അറിയില്ല. അറിയെങ്കിൽ കെട്ടാം. അപ്പം നമ്മൾ മേസ്ത്രീനെ വിളിക്കും. മരത്തിൻ്റെ പണിക്ക് അതിൻ്റേതായ ആൾക്കാരെ വിളിക്കും. അതാണ് ഋത്വിക്കുകൾ എന്ന് പറയുന്നത്. ശാസ്ത്രം പഠിച്ചവരെ ആത്മസംസ്കാരം ചെയ്യണം. എന്നിട്ട് യജുർവേദ വിധിപ്രകാരം സിദ്ധമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നമ്മൾ ചെയ്യുന്നത് പ്രപഞ്ച സൃഷ്ടിയല്ല, ഋഗ്വേദമല്ല.
നമ്മൾ ചെയ്യാൻ ഈ ഭൂമിയിൽ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഭൂമിയും നമ്മുടെ ചുറ്റുവട്ടത്തുമായി ബന്ധപ്പെട്ട സയൻസാണ് യജുർവേദത്തിലുള്ളത്. അപ്പം യജുർവേദത്തിനനുസരിച്ചിട്ടുള്ള സിദ്ധമായ കർമ്മങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കണം. അതേസമയം യജുർവേദ കർമ്മങ്ങളിൽ ഋഗ്വേദ സിദ്ധ കർമ്മങ്ങളെ യോജിപ്പിക്കണം. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനുള്ളത്, അതിൽ ബ്രഹ്മമടക്കമുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളാണ്, ഭൂമിയിലുള്ള കാര്യങ്ങളാണ്, കുടുംബകാര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നതെങ്കിലും നമ്മൾ പ്രപഞ്ചത്തെ, ഇതെല്ലാം ഒരു ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയതും ഈ പ്രപഞ്ചത്തിൻ്റെ പുരോഗതിയിൽ നമ്മളൊരു ചെറിയ കർമ്മം ചെയ്യുകയാണ്. ലോകമാണ് മുന്നോട്ടേക്ക് പോകുന്നത്, അതിൽ നമ്മുടെ നാട്ടിലുള്ള ഭൂമിയിലുള്ള ചെറിയ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ യജുർവേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രപഞ്ച വീക്ഷണം ഋഗ്വേദത്തിലൂടെ സംയോജിപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. അതായത് നമ്മളെ വീട്ടിലെ കാര്യമാണ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ വീട് എന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഗമാണ്, പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്, ബ്രഹ്മത്തിൻ്റെ തന്നെ ഒരംശമാണ് ഇതെല്ലാം. ഈ ലോകത്തിലുള്ള എല്ലാം ബ്രഹ്മമാണ്. ലോകമേ തറവാടെന്നൊരു ചിന്താഗതിയോടുകൂടി ലോകം മാത്രം പോരാ, ഈ ബ്രഹ്മമടക്കം നിർഗുണമായൊരു ബ്രഹ്മം, അതാണ് നമ്മളായി മാറിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു വീക്ഷണത്തോടുകൂടി അതാണ് ഋഗ്വേദവും ചേർത്തുകൊണ്ട് യോജിപ്പിക്കുകയും സാമവേദാനുസൃതമായ അനുഷ്ഠാനങ്ങൾ സ്വരൂപിക്കുകയും വേണം. അതോടുകൂടി ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നുണ്ട് കെമിസ്ട്രിയുമുണ്ട്. പാതാള ലോകത്തെ, ഭൂമിക്കടിയിലുള്ള ലോകം, മൂന്നാം ലോകം, അതിലാണ് കെമിസ്ട്രി ഉള്ളത്. ആറ്റങ്ങളും ഇതെല്ലാം കൊണ്ടാണ് ഭൂമിക്കടിയിലുള്ള മണ്ണെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അപ്പോൾ കെമിസ്ട്രിയും പഠിച്ചിരിക്കണം. കാരണം ചോറ് വെക്കുമ്പോൾ ആ ചോറിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്. ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി പഠിച്ചവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്തിട്ട് പറയും അതിൻ്റെ അകത്ത് ഇന്ന സാധനങ്ങളാണ്. ചിലപ്പോൾ ഷുഗർ ഉണ്ടാവില്ല, ഷുഗറിൻ്റെ വേറൊന്നുമായിട്ട് കൂടി ചേർന്നിട്ട് വേറൊരു വസ്തുവായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഷുഗർ അതേപോലെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ചിലപ്പോൾ അത് ചായപ്പൊടിൻ്റെ വേറെ എന്തുമായിട്ട് മാറിയിട്ട് വേറെ ഒരു കോമ്പോണൻ്റായിട്ട് മാറിയിട്ടുണ്ടാകും, കോമ്പൗണ്ടായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പം അതെല്ലാം കെമിസ്ട്രി പഠിച്ചാലേ അറിയാൻ പറ്റും അതിൻ്റെ അർത്ഥം എന്താ നടക്കുന്നത്. അപ്പോഴാണ് പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മുടെ കർമ്മത്തിന് പൂർണ്ണ ഫലസിദ്ധി ചെയ്യുന്നത്. അതായത് നമ്മൾ ഭൂമിയിലിരുന്നു കൊണ്ടാണ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഭൂമിക്കടിയിലുള്ള മണ്ണുകളുടെ എല്ലാം രാസപ്രവർത്തനങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ട് വേണം കർമ്മം ചെയ്യാൻ. കെമിസ്ട്രി പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതില്ലാതെ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം, 2 കല്ലെടുത്ത് വെച്ച് അതിൻ്റെ അകത്ത് സീമെൻറ്റ് നിറച്ച് വെക്കുന്നുണ്ടല്ലോ. മേസ് 2 കല്ലെടുത്ത് കുറച്ച് സീമെൻറ്റും കുഴച്ച് മണ്ണും കുഴച്ച് ഇടും. പക്ഷേ ഇത് എങ്ങനെയാണ് ഉറക്കുന്നത് എന്നുള്ളത് ഗവേഷണത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ എന്തെല്ലോ രാസവസ്തുക്കളെല്ലാം ചേർത്തിട്ട് ഇതിന് മണലും വെള്ളവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് കൂടിച്ചേർന്ന് കുറച്ച് കഴിയുമ്പോൾ അതൊരു പുതിയ വസ്തു, അത് കല്ലിനെ എല്ലാം യോജിപ്പിക്കുമെന്ന് ഗവേഷണം നടത്തിയിട്ടാണ്. കെമിസ്ട്രിയിലൂടെ തന്നെയാണ് കർമ്മങ്ങൾ നടക്കുന്നത്. അപ്പം ഈ ലോകത്തെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കെമിസ്ട്രിയിലൂടെ പാതാള ലോകത്തെ സാമവേദവും മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടു മാത്രമല്ല, ലോകത്തിൻ്റെ ബ്രഹ്മം തന്നെയാണ്, നമ്മളെ സൃഷ്ടിച്ച ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന ചിന്താഗതി കൊണ്ട് എല്ലാവരും ബ്രഹ്മമാണ്. ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിയില്ല, ബ്രാഹ്മണനില്ല, ക്ഷത്രിയ, എല്ലാം ബ്രഹ്മമാണ് എന്നൊരു വീക്ഷണത്തിൽ കൂടി നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ആ യജ്ഞമാണ് ഫലസിദ്ധി ഉണ്ടാക്കുന്നത്. 3 വേദവിദ്യയുടെയും ആത്മാവ് ഈ പ്രാണൻ തന്നെയാണ്. പ്രാണൻ എന്ന് പറയുന്നതാണ് നമ്മളെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിക്കുന്നത്. പ്രാണൻ സയൻസിലൂടെയാണ് യജ്ഞം ചെയ്യുന്നത്, വാക്കിലൂടെയാണ്, സയൻസിലൂടെയാണ്. അപ്പം ഈ എല്ലാ യജ്ഞങ്ങളും പ്രാണനുമായി ബന്ധപ്പെട്ടാണ്. പ്രാണനുണ്ടെങ്കിലല്ലേ നമുക്ക് യജ്ഞം ചെയ്യാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് ഈ പ്രാണൻ തന്നെയാണ് ഈ വിദ്യയുടെ ആത്മാവ്. ഈ തത്വം മനസ്സിലാക്കുന്ന വ്യക്തി സ്വയം പ്രാണസമാനമാവുന്നു. അപ്പോൾ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലായിക്കോണം, നമ്മൾ ബ്രഹ്മം തന്നെ, പ്രാണൻ തന്നെയാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കും. ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മം എന്ന നിലയിലാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത് എന്ന നിലയിലേക്ക് നമ്മൾ ഉയരണം. ഞാൻ പ്രമോദല്ല, ഞാൻ ബ്രഹ്മമാണ്. ആ ബ്രഹ്മം തന്നെയാണ് എന്നിലൂടെ വന്ന് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതിനെന്തോ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം, അതിനെ എന്നെ ഉപയോഗിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്യുക, അതാണ് നിസ്വാർത്ഥ കർമ്മം. നമുക്ക് വിധിച്ച കർമ്മം ഇങ്ങനെയാണ്. അല്ലാതെ ഞാൻ എൻ്റേത്, എനിക്ക്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഈ ചിന്തയെല്ലാം ഉപേക്ഷിച്ചിട്ട് ലോകവീക്ഷണത്തോടുകൂടി ബ്രഹ്മത്തെ തന്നെയാണ് ഞാൻ എന്ന സത്യം, അത് തന്നെയാണ് പ്രാണൻ, ബ്രഹ്മം തന്നെയാണ് എന്നിലുള്ള പ്രാണൻ എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ എന്തെല്ലോ കർമ്മങ്ങൾ എനിക്കുണ്ട്, അത് ചെയ്യുവാൻ വേണ്ടി ഞാൻ ഭൂമിക്കടിയിലുള്ള പാതാള ലോകം, അതായത് കെമിസ്ട്രിയുടെ സഹായത്താൽ ചില കർമ്മങ്ങൾ ചെയ്യും. അതായത് 3 വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യും. ഇതാണ് നമ്മൾക്കുള്ള സഞ്ചിത കർമ്മം.